ആടുകൻ അനിൽകുമാർ അടിപൊളി ഇരിക്കണോ സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? കണ്ണൂരിൽ CPM പ്രവർത്തകർ നേരിട്ട് കേരയിൽ സമരത്തെ ചെറുക്കാനിറങ്ങിയത് പാർട്ടി തീരുമാനപ്രകാരമാണോ? ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 99 സീറ്റ് ലഭിച്ചത് ഒരു പ്രകടന പത്രിക മുന്നിൽ വെച്ചിട്ടാണ്. ആ പ്രകടന പത്രികയ്ക്ക് ജനങ്ങൾ അംഗീകാരം നൽകിയതുകൊണ്ടാണ് കേരളയിൽ നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ബാധ്യതയും ഭരണപരമായ ചുമതലയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ധിക്കാരത്തിൻ്റെയോ അഹന്തയുടെയോ ധാർഷ്ട്യത്തിൻ്റെയോ ഭാഗമല്ല, ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ്. അപ്പാപ്പന്റെ പ്രായം ഉണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ തന്നെ കാലേ വരി തറ അടിച്ചു. ശ്രീ അനിൽകുമാർ, പദ്ധതി നടത്തിപ്പിനെതിരായ ജനകീയ സമരങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ സമരങ്ങളെ ചെറുക്കാൻ പാർട്ടി പ്രവർത്തകർ നേരിട്ടിറങ്ങിയത് പാർട്ടിയുടെ അറിവോടുകൂടിയാണോ? അതിൻ്റെ ഉത്തരമാണ് പറയുന്നത്. അപ്പോൾ ഇതിന് രാഷ്ട്രീയമായ ബാധ്യതയുള്ളവർ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിനകത്ത് പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. എന്നിട്ട് സർക്കാരിൻ്റെ ചുമതല നിർവഹിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രക്രിയയാണ് രണ്ടാമത്തെ ഘട്ടം. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ആ നിയമപ്രക്രിയയിൽ താഴത്തെ സിംഗിൾ ബെഞ്ച്, അതുപോലെ ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി, ഈ 3 തലങ്ങളിൽ നിയമപരമായ പരിശോധന നടന്നു. പരിശോധന നടന്നപ്പോൾ സർവേ നടത്താൻ അധികാരമുണ്ട്, കുറ്റിയിടാൻ അധികാരമുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ച് വരെ വിധിച്ചു. സ്വാഭാവികമായും കുറ്റി പറിക്കാൻ പോകുന്നവർ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരാണ്. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പിന്തുണ കൊടുക്കുന്നത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇപ്രകാരം സർവേ നടത്തുന്ന ഭൂമിയിൽ കോൺഗ്രസിൻ്റെ നേതാവ് സുധാകരൻ്റെ ആഹ്വാനപ്രകാരം DCC പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ചെന്ന് കുറ്റി പറിക്കുക, BJPയുടെയും SDPയുടെയും പ്രവർത്തകന്മാർ ചെന്ന് കുറ്റി പറിക്കുക. അതുകൊണ്ട് ഇപ്പം എന്താ അത് രാഷ്ട്രീയ സമരം നടത്തരുതെന്ന് ഈ പറയുന്ന സിംഗിൾ ബെഞ്ചോ ഡിവിഷൻ ബെഞ്ചോ സുപ്രീം കോടതിയോ പറഞ്ഞതായി എനിക്കറിവില്ല. സമരം നടത്തരുത് എന്ന് കോടതികൾ പറഞ്ഞതായി എനിക്കറിയില്ല. സർവേയുമായി മുന്നോട്ട് പോകാൻ കേരളത്തിൽ അനുമതിയുണ്ട് എന്ന് പറയുമ്പോൾ സമരങ്ങൾ വിലക്കിയിട്ടില്ല. സമരം നടത്തേണ്ടത് എവിടെയെന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ മാതൃഭൂമിയുടെ ഓഫീസിനകത്ത് സമരം നടത്താൻ പറ്റും എനിക്ക്? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അതെന്താ? എനിക്ക് സമരം നടത്താൻ പറ്റുന്നതിന്റെ വേദികൾ എന്ന് പറയുന്നത് അധികാര സ്ഥാനങ്ങളുടെ മുന്നിലാണ്. അത്തരം സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ. കേരളവുമായി അതിലേക്ക് നമുക്ക് അധികം പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. സമരങ്ങളെ നിയമം മുഖേന വിലക്കിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു കുറ്റിയിടാൻ വരികയാണ്, നമുക്കതിൽ ഇച്ഛയില്ലെങ്കിൽ നമുക്ക് സമരം നടത്താം. അതിന്റെ പരിമിതിയോ പരിധിയോ ഒന്നും കോടതികൾ നിശ്ചയിച്ചിട്ടില്ല. അവിടെ ആ സമരത്തെ ചെറുക്കാൻ പാർട്ടി പ്രവർത്തകർ ഇറങ്ങിയത് പാർട്ടി അറിഞ്ഞിട്ടാണോ? 3ാമത്തെ തവണയാണ് ഞാനിത് ചോദിക്കുന്നത്. പക്ഷേ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് കേരളവുമായി ബന്ധപ്പെട്ട് കുറ്റികൾ സ്ഥാപിച്ചപ്പോൾ ആ സ്ഥാപിച്ച കുറ്റികൾ കോൺഗ്രസിന്റെ നേതാവ് K. സുധാകരന്റെ നേതൃത്വത്തിൽ പിഴുതെറിഞ്ഞു. ആ കുറ്റി പുനഃസ്ഥാപിക്കണമെന്ന് സുധാകരനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വസ്തു ഉടമകൾ. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അങ്ങനെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മാധു മനസ്സിലാക്കേണ്ടത് 190 കിലോമീറ്റർ നീളത്തിൽ കുറ്റിയിട്ട് കഴിഞ്ഞു. കേരളത്തിലെ 6 ജില്ലകളിൽ സാമൂഹ്യാഘാത പഠനം ഏതാണ്ട് 50% പുരോഗമിച്ചു കഴിഞ്ഞു. ബാക്കി ജില്ലകളിൽ സാമൂഹ്യാഘാത പഠനം വളരെ വേഗത്തിലാണ്. അതെ, അതാണ് പറയുന്നത്. CPM പ്രവർത്തകർ എന്ന നിലയ്ക്കോ CPM നേതാക്കൾ എന്ന നിലയ്ക്കോ ഞങ്ങൾ ബഹുജനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഏതെങ്കിലും സന്ദർഭത്തിൽ അവിടെ പോലീസ് ചെയ്യേണ്ട ജോലി ഞങ്ങളാരും ഏറ്റെടുക്കില്ല. പക്ഷേ പോലീസ് മാത്രമേ അവിടെ ഉണ്ടാകൂ എന്ന ധാരണയിൽ ആരും വല്ലാത്ത ആവേശത്തോടു കൂടി ഇപ്രകാരം സ്വകാര്യ വ്യക്തികളെ ഭീഷണിപ്പെടുത്താനും വസ്തു ഉടമകളെ നിൽക്കുന്ന വസ്തു ഉടമകൾ നിൽക്കാൻ പാടില്ല നിലപാട് എടുക്കേണ്ട കാര്യമില്ല. കേരളത്തിന് അനുകൂലമായി നിൽക്കുന്ന വസ്തു ഉടമകളുണ്ട്. അവരെ ഭയപ്പെടുത്താൻ K. സുധാകരന്റെ വെല്ലുവിളി കേരളത്തിൽ നടക്കില്ല. BJPയുടെയും RSSന്റെയും വെല്ലുവിളി കേരളത്തിൽ നടക്കില്ല. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതും പോലീസിന് നിർദ്ദേശം നൽകിയതും കേരളയിൽ ഉദ്യോഗസ്ഥർക്ക് നിയമവും അവരുടെ പ്രവൃത്തിയും നടപ്പിലാക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അതിന് പിന്തുണ നൽകണം, പോലീസ് അതിന് വഴിയൊരുക്കണമെന്നാണ്. പാർട്ടിക്കാർ കേഡർ സംവിധാനം ഉപയോഗിക്കണമെന്നാണോ? CPIMന്റെ കേഡർ അതുമായി രംഗത്തിറങ്ങിയ ഒരു അനുഭവം നമ്മൾ കണ്ടില്ല. അല്ല, അത് പാർട്ടി പ്രവർത്തകർ എന്ന നിലയ്ക്കല്ല. അവിടെ ആ വസ്തു ഉടമയാണ് പറയുന്നത്, എൻ്റെ വസ്തു ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ കടന്ന് കുറ്റിപിടുതാൻ K. സുധാകരൻ എന്താ അധികാരം? അത് സുധാകരന്റെ പ്രവർത്തനം ഗുണ്ടായുസമാണ്. അതാ വസ്തു ഉടമയെ പറയുന്നത്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിലെ വസ്തു ഉടമകൾ സ്വമേധയാ വസ്തു വിട്ടു നൽകാൻ തയ്യാറാണ്.
എന്ന് പറയുമ്പോൾ അല്ല ഞങ്ങൾ അവരുടെ പുരയിടത്ത് കയറി കുറ്റി പിഴുതിരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെല്ലുവിളിക്കാനുള്ള നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഒരു അധികാരം അതിനല്ലേ ഞാൻ വളരെ വിനയാന്വിതയായി ചോദിക്കട്ടെ, അവിടെ ആളുകളുടെ ഭൂമിയിൽ കുറ്റിയിടാൻ കേരയിൽ ഉദ്യോഗസ്ഥർ ചെല്ലുന്നു. ആ കുറ്റി പിഴുതാൻ കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും സമരസമിതിക്കാരും എത്തുന്നു. അപ്പോൾ ആളുകൾ പ്രതിരോധിച്ചാലും അവിടെ ഇടപെടേണ്ടതും അവിടെ നീതിയും നിയമവും നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് ആരാണ്? പോലീസാണോ പാർട്ടിയാണോ? നമ്മുടെ രാജ്യത്തെ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്, അതാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതി വരെ അംഗീകരിച്ചൊരു കാര്യം ഞങ്ങൾ കേരളത്തിൽ അംഗീകരിക്കില്ല. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രതിഷേധമുണ്ടായാൽ അതിനെ നിയമപരമായി ചെറുക്കേണ്ടത് പോലീസാണോ പാർട്ടിയാണോ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. പക്ഷെ ഒരു പ്രദേശത്ത് അപ്രകാരമുള്ള പ്രവർത്തനത്തിന് നിയമവിരുദ്ധമായി ചെല്ലുന്ന ആളുകളെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ കൂടും. അത് കൂടാൻ തുടങ്ങുന്നേ ഉള്ളൂ. അത് നാട്ടുകാരുടെ അവകാശമാണ്. CPMന്റെ നേതാക്കൾ എത്തിയില്ലേ അവിടെ? അതെ, ഞങ്ങൾ പറയുന്നത് നാട്ടിലെ ജനങ്ങളുണ്ടല്ലോ, ഇത് വേണ്ട ആളുകൾ നാട്ടിലുണ്ടല്ലോ, നമുക്ക് വഴിയിലേക്ക് അങ്ങ് ഇറങ്ങല്ലേ, ഞങ്ങൾ വഴിയിലേക്ക് അങ്ങ് ഇറങ്ങല്ലേ. ഇത് കേരളത്തിലെ ജനകോടികളുടെ സ്വപ്നമാണ്. കേരളത്തിലെ ജനകോടികൾ നെഞ്ചേറ്റിയ സ്വപ്നമാണ്. പറഞ്ഞാണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് അതല്ല. അതിന് വിഘാതമായി സമരമുണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കേണ്ടത്, അതിൽ നിയമം നടപ്പിലാക്കേണ്ടത് പാർട്ടിയാണോ പോലീസാണോ? അവിടെ കൃത്യമായിട്ട് പറയാം. സമരമെന്ന് പറയുന്നത് സമരം അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമുണ്ട്, നിയമവിരുദ്ധ സമരങ്ങളുമുണ്ട്. സമരം വിലക്കിയിട്ടുള്ള സ്ഥലമല്ലാതെ സർക്കാർ കൈകാര്യം ബഹുജനങ്ങൾക്കിടയിൽ അഭിപ്രായം എന്താണ്? ഭൂരിപക്ഷം ആളുകളും അതുപോലെ തന്നെ സമരം വിലക്കിയിട്ടുള്ള സ്ഥലമല്ലാതെ അല്ല, അതല്ല, സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അവരാണ് തീരുമാനിക്കേണ്ടത് അവിടെ ആര് വരണം എന്നുള്ളത്. അപ്പോൾ ഇപ്രകാരം സ്വകാര്യ വ്യക്തികൾക്ക് അനുമതിയില്ലാത്ത, സ്വകാര്യ വ്യക്തികൾക്ക് തീരുമാനമില്ലാത്ത ഒരുപാടിടത്ത് കേരളത്തിലെ കുറ്റികൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പറമ്പിൽ അവരുടെ അനുമതിയോടുകൂടി നാടിന്റെ വികസനത്തിന് വേണ്ടി കേരളയിൽ കുറ്റികൾ സ്ഥാപിക്കുമ്പോൾ അത് പുറത്തു നിന്നുള്ളവർ, അങ്ങയുടെ പാർട്ടിക്കാർ പറഞ്ഞതുപോലെ സമരാഭാസം നടത്തി, ഞാൻ കോട്ടിട്ടാണ് പറയുന്നത് കേട്ടോ, എന്റെ വാക്കല്ല, സമരാഭാസം നടത്തി പുറത്തു നിന്നുള്ളവർ എത്തി അക്രമം നടത്തുകയാണെങ്കിൽ ആര് ചെറുക്കണം? ശ്രീ അനിൽകുമാർ, പാർട്ടിയോ പോലീസോ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൂട്ടർ വഴിയിലേക്ക് ഇറങ്ങിയാൽ ഇവിടുത്തെ ജനങ്ങൾക്കും അഭിപ്രായമുള്ളവരാണ്, ജനാധിപത്യമാണ്. അങ്ങനെ കോടതിയെ, സുപ്രീം കോടതി വരെ വെല്ലുവിളിച്ച് ഉറഞ്ഞു തുള്ളുന്നത് ഈ രാജ്യത്ത് അനുവദിക്കാൻ പാടില്ല. നമുക്ക് ആരുടെയും കൈയും കാലും കെട്ടിയിടാൻ പറ്റില്ല. CPMന്റെ നാട്ടിലെ നേതാക്കൾ നേതൃത്വം നൽകിയത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദീർഘമായി സംഭാഷണത്തിനൊടുവിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാം. ആഭ്യന്തര വകുപ്പ് അത് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. പോലീസിന്റെ പരിമിതി തീർക്കാൻ പാർട്ടി കേഡർ സംവിധാനം വേണമെന്ന് പറയുന്നത് CPMന് നാണക്കേടല്ലേ? പാർട്ടി കേഡറിനെ ഏതെങ്കിലും സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഭാഗമായി രംഗത്തിറക്കുന്ന രീതി ഞങ്ങൾക്കില്ല. രണ്ട്, കേരള പോലീസിന് ഒരു പരിമിതിയില്ല. ആ കേരള പോലീസിന്റെ പരിമിതികൾ പരിഹരിക്കാൻ വേണ്ടി പാർട്ടി ബദലായി നിൽക്കുക എന്നൊരു സംവിധാനം ഞങ്ങൾക്കില്ല. അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞത് പോലീസ് മാത്രമേ ഉള്ളൂ എന്ന ധൈര്യത്തിൽ ആരെങ്കിലും തടയാനിറങ്ങിയാൽ അവിടെ ആളുകൾ ഉണ്ടാകുമെന്ന്. കേരള പോലീസിന്റെ ആവശ്യമല്ല കേരളയിൽ നടപ്പാക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങളുടെ മാൻഡേറ്റാണ്. സംസ്ഥാനത്ത് സിംഹഭാഗം 99% ആളുകളും കേരളത്തിൽ അനുകൂലമാണെന്ന് ഏതു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ CPM പാനലിസ്റ്റുകൾ വാദിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, കേരളയിൽ കടന്നു പോകുന്ന സ്ഥലങ്ങളിലാണ് UDFന്റെ മനുഷ്യച്ചങ്ങല തീരുമാനിച്ചിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? കേരളയിൽ കടന്നു പോകുന്ന സ്ഥലത്ത് ഇതിനെ ബാധിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. രണ്ട്, അവിടെ ഇല്ലാത്ത ബഫർ സോൺ ഉണ്ടെന്ന് കള്ളപ്രചരണം നടത്തുക. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ബഫർ സോൺ ഇല്ലേ? അതിന്റെ പേരിൽ ആളുകളെ ഭീതി ഉണ്ടാക്കുക. അത് ഉണ്ട്, അല്ല, ഇല്ലാത്ത ബഫർ സോൺ ഉണ്ടാക്കുമെന്ന്. ഇല്ലാത്ത ബഫർ സോൺ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ വീതിയിൽ ബഫർ സോൺ. അത്രയും വേണം. 1 കിലോമീറ്റർ വീതിയിൽ ബഫർ സോൺ ഉണ്ടെന്ന് കോൺഗ്രസിന്റെ ഓരോ നേതാക്കളും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത്രത്തോളം വലിയ സാമൂഹ്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന നേതാവിന്റെ പേരങ്ങ് പറയാമോ? ഞാൻ പറയാം, സമരസമിതി പറഞ്ഞതാണ്. നേരത്തെ കോൺഗ്രസ് വെല്ലുവിളിക്കാണ്. ഏത് പ്രതിപക്ഷത്തിന്റെ ഏത് ആളാണ് പറഞ്ഞത് 1 കിലോമീറ്റർ? ഞാൻ പറയാം, ഞാനിപ്പോ പറയാം,
സമരസമിതി നേതാക്കന്മാർ ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ 1 കിലോമീറ്റർ ബഫർ സോൺ അല്ല, ബാധിക്കുന്നു. പ്രതിപക്ഷം 1 കിലോമീറ്റർ എന്ന് നിങ്ങൾ എങ്ങനെ എവിടെ പറഞ്ഞു? പോകും. ദയവായി കേൾക്കൂ, നിങ്ങളോടല്ല, എവിടെ പറഞ്ഞിട്ടുണ്ട്? ആര് പറഞ്ഞിട്ടുണ്ട്? പറയുന്നത് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ നിങ്ങളോടല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് ചർച്ചയിലാണ്. അതുകൊണ്ട് നിങ്ങളോടല്ല സംസാരിക്കുന്നത്. ശരി, ശ്രീ റിജിൽ മാക്കുറ്റി അങ്ങയോടല്ല. ശരി, ഞാൻ ചോദിക്കാം ശ്രീ അനിൽകുമാർ, ഈ 1 കിലോമീറ്റർ ദൂരം ബഫർ സോൺ ഉണ്ടാകും അപ്പുറത്തും ഇപ്പുറത്തും എന്ന് പറഞ്ഞത് ആരാണ്? SUCയുടെ എത്രയോ നേതാക്കന്മാർ പറയുന്നു. ഞാൻ കേട്ടതാണ്, നേരിട്ട് കേട്ടതാണ്. തൊട്ട് മുൻപ് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ മനുഷ്യ ചങ്ങല, അങ്ങ് തൊട്ട് മുൻപ് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ കേരളയിൽ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ മനുഷ്യ ചങ്ങല ഒരുക്കുന്നു. അവിടെ 1 കിലോമീറ്റർ ദൂരത്തിൽ ബഫർ സോൺ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നതെന്നാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. ഈ ഇതിന്റെ കെ സുധാകരൻ എത്ര കിലോമീറ്ററാണ് പാതയുടെ പൊക്കെന്നാ പറഞ്ഞത്? കെ സുധാകരൻ പാതയുടെ പൊക്കം എത്രയാന്നാ പറഞ്ഞത്? എത്ര കിലോമീറ്റർ പൊക്കാണ് കെ സുധാകരൻ പ്രസംഗിച്ചത്? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. അത് വേണ്ട. പൊതുമണ്ഡലത്തിൽ ഇതിന്റെ സ്വീകാര്യമായ ജനങ്ങളിലേക്ക് ഞങ്ങൾ പോയപ്പോൾ ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞ അതാണ്. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു, ചെറുപ്പക്കാരുടെ അഭിപ്രായം കേൾക്കൂ. പോയ ഇടങ്ങളിൽ അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇതിന് കൃത്യമായ ഒരു ഡാറ്റയൊന്നും കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല, കൃത്യമായ റഫറൻഡം ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ 3 പേരും, അതായത് കോൺഗ്രസും CPM-ഉം BJP-യും സമരസമിതിയും ഒക്കെ നടത്തിയ പലതരത്തിലുള്ള ജനകീയ സമ്പർക്കങ്ങളിൽ എല്ലാവരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായ ജനഹിത പരിശോധനയൊന്നും നടത്തിയിട്ടില്ല. നന്നായിട്ടുണ്ട്. പിന്നെ അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രകടന പത്രികയ്ക്ക് നൽകിയ വോട്ടിൽ, അതായത് കേരളയിൽ നൽകിയ വോട്ടിലാണ് രണ്ടാമത്തത് എന്ന്. എങ്ങനെയാണ് സാർ പറയാൻ കഴിയുക? കാരണം കാർഷിക ബില്ലുകൾ BJP-യുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ്. സമരം നടത്തിയില്ലേ CPM-ഉം കോൺഗ്രസും സംയുക്തമായി ഡൽഹിയിൽ? എന്താ ഉറക്കം വരുന്നു. ശ്രീ റിജിൽ മാക്കുറ്റി, ഞാനൊരു കാര്യം ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ അനിൽകുമാർ ഇവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തും സമരം ചെയ്യാൻ പാടില്ല. ആരാ പറയുന്നത്? CPM-ന്റെ നേതാവാണ് പറയുന്നത്. ഏത് രൂപത്തിലാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നത്? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. 2 ആഴ്ച മുമ്പാണ് കണ്ണൂരിലെ മാതമംഗലത്തെ ഒരു പാവപ്പെട്ട ഒരു കച്ചവടക്കാരൻ അവിടെ കച്ചവടം നടത്തുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കടയിലേക്ക് കയറുകയും അവിടെ സാധനം വാങ്ങാൻ വന്ന ആളുകളെയും ആക്രമിച്ച് സമരം നടത്തിയത് ഏത് പാർട്ടിയാ? CPM അല്ലേ? CITU അല്ലേ? സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ സമരം ചെയ്യുന്നില്ല എന്ന് പറയുന്ന പാർട്ടിയാണോ? എത്രയോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ കൊടികുത്തിയ ആളുകളിൽ നിങ്ങൾ ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ ഈ കേരളത്തിന് വേണ്ടി? ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.